ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ജെനുവിൻ ആണോ, ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു പൈൽ സെലക്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് പൈലാണ് ഫസ്റ്റ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്കുള്ള റീഡിങ് കേട്ടോ. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വേണം ഒരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ, തേർഡ് പൈൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? അവർ ജെനുവിൻ ആണോ? അവരുടെ സ്നേഹം റിയൽ ആണോ? അവരെ വിശ്വസിക്കാമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. സെവൻ ഓഫ് കപ്സ്, Eight of Cups, Hanged Man, Queen of Cups. 4 കാർഡേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവരുടെ ട്രൂ ഇൻറ്റൻഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ നോക്കുമ്പോൾ 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്നുള്ള വ്യക്തി കൂടാതെ നിരവധി ഓപ്ഷൻ നിലനിൽക്കുകയാണ്. ആൾക്ക് മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഏത് വഴിയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് വഴി ചൂസ് ചെയ്താൽ എനിക്ക് ഇമോഷണൽ ഹാപ്പിനെസ് കിട്ടും എന്നുള്ള പല ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുടെ മൈൻഡ് ക്ലിയർ അല്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ആൻസർ നോ എന്നാണ്. കാരണം ഈ വ്യക്തി ഒരു ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് മടിയായിരിക്കും. എപ്പോഴും ഈ വ്യക്തിക്ക് ഇതാണോ നല്ലത്, അതാണോ നല്ലത് എന്നുള്ള തോട്ടായിരിക്കും മനസ്സിൽ വരുന്നത്. മനസ്സിൽ എപ്പോഴും ഡൗട്ട്സ് ആയിരിക്കും. അവരുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം നിങ്ങളോട് വളരെയധികം സ്നേഹത്തിലൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം അവർ കാരണങ്ങൾ കണ്ടെത്തി വഴക്കിട്ട് അവർ ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയി പോകുന്നതാണ്. എന്തായാലും ഇപ്പോൾ അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല. പൂർണ്ണമായിട്ടും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതുപോലെയാണ്. ഈ വ്യക്തി ഫുള്ളി ജെനുവിൻ പേഴ്സൺ അല്ല, ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. ഈ വ്യക്തിയുടെ വേർഡ്സിനേക്കാൾ അവരുടെ ആക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ജെനുവിൻ ആണെന്ന് തോന്നിപ്പിക്കത്ത രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. അതിന് പകരം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് കടക്കാം. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? അവരുടെ സ്നേഹം റിയൽ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ടവറാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഫൈവ് ഓഫ് വാൻസ്, എയ്റ്റ് ഓഫ് സോർഡ്സ്. അപ്പം ഇത്രയും കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാർഡ്സ് കാണാമെന്ന് വിചാരിക്കുന്നു.
സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷനാണ് നോക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. കാരണം ഈ ഒരു വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ ക്ലിയർ അല്ല എന്നുള്ളതാണ് കാണുന്നത്. ടവർ കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സത്യങ്ങൾ പുറത്തു വരാനായി പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളോട് സത്യസന്ധനല്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ കാണുന്ന ആ ഒരു മുഖം റിയൽ അല്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് റിയൽ സ്നേഹമല്ല, മറിച്ചൊരു കോമ്പറ്റീഷൻ എനർജിയാണ്. എപ്പോഴും ജയിക്കണമെന്ന മെൻറ്റാലിറ്റിയാണ്. ഒട്ടും താഴ്ന്നു തരാൻ ഒരുക്കമല്ലാത്ത ഒരു എനർജി. പലപ്പോഴും ഈ വ്യക്തിയുടെ ഈഗോ കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി വളരെ സ്വാർത്ഥനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളെ പലപ്പോഴായി കൺട്രോൾ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് എനിക്കിവിടെ തരുന്നത്. ഇവരുടെ എനർജിയിൽ കപടതയും വഞ്ചനയുമാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്, അവരുടെ പ്രവൃത്തി നോക്കുക. കാരണം ഈ ഒരു വ്യക്തി റിയൽ ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുക. എന്തായാലും ഈ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ പുറത്തേക്ക് വരാനായി പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത്. എന്തായാലും ഇനി അധിക നാൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ആ ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഒരു ഫേസിൽ ഈ ഒരു വ്യക്തിക്ക് അധിക നാൾ തുടരാനായിട്ട് കഴിയുകയില്ല. സത്യങ്ങൾ പുറത്തേക്ക് വരാനായി പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത്. ഇനി നമുക്ക് തേർഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സണൽ ട്രൂ ഇൻറ്റൻഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ. Five of Swords, Queen of Swords, Five of Wands. ഈ 3 പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷനും റിയൽ അല്ല എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് എനിക്ക് തരുന്നത്. നിങ്ങളൊട്ടും സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എപ്പോഴും നിൽക്കാനായിട്ട് ശ്രമിക്കുക. ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം നമ്മൾ റിയൽ ആണെന്ന് കാണുന്നവർ ശരിക്കും റിയൽ അല്ലായിരിക്കാം. അവരുടെ ഇൻറ്റൻഷൻ എപ്പോഴും റോങ് ആയിരിക്കാം. അത് നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. തേർഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷനും ക്ലിയർ അല്ല എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ട് കാണുന്നു. ഈ വ്യക്തി തൻ്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കാനും മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കാനായി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതമല്ല ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങളോട് കലഹിച്ചുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ വേദനിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് കളിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവർ പറയുന്നതാണ് ശരി എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെ ഭരിക്കാനാണ് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും പീസ്ഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യമല്ല എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും വഴക്കും ആർഗ്യുമെൻറ്റ്സും ഒക്കെയാണ് കാണുന്നത്. നിങ്ങളെ ജയിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കരുത്. ആ വ്യക്തിയുടെ അഡ്വാൻറ്റേജിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതായിരുന്നു തേർഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പൈലാണ് റെസനേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.